നമസ്കാരം. ഇന്ന് ലോക സെറിബ്രൽ പാൽസി ദിനമാണ്, ഒക്ടോബർ 6-ാം തീയതി. അപ്പം ഇന്നത്തെ ദിവസം സെറിബ്രൽ പാൽസി ബാധിതരായ കുഞ്ഞുങ്ങളെയും അവരുടെ രക്ഷാകർത്താക്കളെയും എല്ലാവരും നമ്മൾ സമൂഹം അവരെക്കുറിച്ച് ഓർക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രസക്തി എന്താണെന്നും ഒക്കെ അറിയിക്കാനും ഒക്കെ ഉള്ള ഒരു ദിനമായിട്ടാണ് അന്താരാഷ്ട്രം ആയിട്ട് എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ആചരിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ തീം എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്. ഈ സെറിബ്രൽ പാൽസി ദിനത്തിൻ്റെ തീമായിട്ട് നമ്മൾ അല്ലെങ്കിൽ എപ്പോഴും എടുക്കുന്നത്. അതിൻ്റെ കാരണം എപ്പോഴും ഒരു പ്രത്യാശയുടെ നിറമാണ് പച്ച കളർ. അപ്പോൾ അതാണ് അതിൻ്റെ തീം, പച്ച കളറാണ് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം എന്താണ് സെറിബ്രൽ പാൽസി എന്നുള്ളത് നമുക്കൊന്ന് ചുരുക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന തലച്ചോറിൻ്റെ ഡാമേജിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അതായത് അത് ജനിക്കുന്നതിന് മുമ്പോ ജനിക്കുന്ന സമയത്തോ ജനിച്ച് കഴിഞ്ഞോ ഈ 3 ഘട്ടത്തിലായാലും വരാം. 2 വയസ്സ് വരെയുള്ള തലച്ചോറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം ഇതിനകത്ത് വരാം. ഈ ജനിക്കാനുള്ള ഒരു ഹൈപ്പോക്സിയ, ജനിക്കുന്ന സമയത്ത് വരുന്ന ഹൈപ്പോക്സിയ ആവാം, അതല്ലെങ്കിൽ കുഞ്ഞിലുള്ള ചെറിയ വീഴ്ചകളാവാം, അതല്ല ജനിതകപരമായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ, അല്ലെങ്കിൽ അമ്മയുടെ മാൽന്യൂട്രീഷൻ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സെറിബ്രൽ പാൽസി വരാം. അപ്പം ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സമൂഹത്തോട് അല്ലെങ്കിൽ പാരൻസിനോട് ഒക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ നേരത്തെ തന്നെ ഈ അസുഖം നമ്മൾ കണ്ടുപിടിക്കുകയും ഇത് പിക്കുകയും വേണം. ഒരു കാരണവശാലും നമ്മളിത് കുഴപ്പമില്ലാന്ന് നീട്ടി കൊണ്ടുപോകരുത്. ട്രീറ്റ്മെൻറ്റ് ഷുഡ് ബി സ്റ്റാർട്ടഡ് വെരി 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 ഏർലി. ആ ഏർലി ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡയഗ്നോസിസ്, അത് രണ്ടുമാണ് ഈ ഒരു കീ. ഒരു സെറിബ്രൽ പാൽസിയുടെ ഒരു ചികിത്സയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ആ 2 കാര്യങ്ങളാണ്. പിന്നെ ഒരു സെറിബ്രൽ പാൽസി ബാധിതനായ ഒരു കുഞ്ഞൊരു കുടുംബത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ട്രെസ്ഫുൾ ആവുകയോ ഒന്നും അല്ല വേണ്ടത്. ആ കുഞ്ഞിൻ്റെ ഏറ്റവും നല്ല പൊട്ടൻഷ്യലിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുവരാനുള്ള ട്രെയിനിങ്ങും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും എല്ലാം എടുക്കേണ്ടത്. സമൂഹത്തിൽ നമുക്ക് ഒരുപാട് ഗവൺമെൻറ്റൊക്കെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് സ്കീമായിട്ടും മറ്റും എല്ലാം ഉണ്ട്, നിരാമയ ഇൻഷുറൻസ്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് കിട്ടാനുള്ളത്, നമ്മുടെ അവകാശങ്ങൾ, ഇതിനെക്കുറിച്ചും നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കണം. അത് നമുക്ക് വേണ്ടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും നമ്മളത് എല്ലാം മാക്സിമം ഉപയോഗിക്കുകയും ചെയ്യുകയും വേണം ഈ ഒരു ഘട്ടത്തിൽ. 2, ഒരു കുഞ്ഞിന് വയ്യ എന്നുള്ളത് വരുമ്പോൾ ആ കുഞ്ഞിനെ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ആ കുഞ്ഞിന് കൊടുക്കുന്നത് പോലെ കുടുംബത്തിലെ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാരൻസ് വളരെയധികം ശ്രദ്ധിക്കണം. ഒരാൾ കുഞ്ഞിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ തിരിഞ്ഞു പോകരുത്. ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റാണ് കുഞ്ഞിന് കൊടുക്കേണ്ടത്. അത് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഈ ദിനം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. താങ്ക് യു സോ മച്ച്.